ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തായ്ലാൻഡ് സീരീസിൻ്റെ മൂന്നാമത്തെ വ്ളോഗാണ്. ഇതിൽ നിങ്ങൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ എക്സ്പെൻസിൻ്റെ ഈ ഒരു ട്രിപ്പിൻ്റെ എക്സ്പെൻസിൻ്റെ കാര്യം എല്ലാം ഷെയർ ആക്കുക. ഇന്ന് നമ്മളില്ലേ ബാങ്കോക്ക് നമ്മൾ ഹോട്ടലെല്ലാം ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഫുക്കറ്റിലേക്ക് പോകല ഫ്ലൈറ്റിലാണ് പോകുന്നത്. അതുകൊണ്ട് കുറച്ച് വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആക്കാനുള്ളതെല്ലാം അഡ്ജസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ബോർഡിംഗ് എല്ലാം കിട്ടി. ഇത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ്. ഇവിടുന്ന് ബാങ്കോക്ക് ഒരു വലിയ സിറ്റിയാണ്. അവിടുന്ന് ഫുക്കറ്റിലേക്ക് പോകണമെങ്കിൽ ഫ്ലൈറ്റിൽ തന്നെയാണ് പോവുക. അങ്ങനെ ബൈ റോഡ് പോകുമ്പോൾ കുറേ ടൈം എടുക്കുമായിരിക്കും, അതുകൊണ്ടാണ്. പക്ഷെങ്കിൽ ഇത് ഒരു 3/4 മണിക്കൂർ എങ്ങാനേ ഉള്ളൂ ഫ്ലൈറ്റ്. പക്ഷെങ്കിൽ ഇതിങ്ങനെ തന്നെ പോകണം. എന്നിട്ട് നമ്മൾ 2 ദിവസമാണെന്ന് തോന്നുന്നു ബാങ്കോക്കിൽ നിന്ന്. ഇനിയിപ്പം ഫുക്കറ്റിലാണ് കുറേ ഐലൻഡും കാര്യങ്ങളെല്ലാം ഉള്ളത്. നമ്മൾ കുറേ വീഡിയോസിലെല്ലാം കാണില്ലേ, ഫിഫി ഐലൻഡും ഇതുമെല്ലാം ഫുക്കറ്റിലാണ് ഉള്ളത്. ജെല്ലി ഇഷ്ടപ്പെട്ടു. ലോങ് അല്ലേ, അതെപ്പോൾ തിന്നും. In front of you in the seat pocket and on top. Thank you. നമ്മൾ 2 ദിവസമാണ് ബാങ്കോക്കിൽ നിന്ന്. ഇത് വലിയൊരു സിറ്റിയാണ്. കണ്ട കുറേ ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം നല്ല രസമായിരുന്നു. 2 ദിവസം നമുക്ക് ഒരു ദിവസം കൂടി ഇവിടെ നിൽക്കണേനു തോന്നിനെ. പക്ഷെങ്കിൽ സിറ്റി ലൈഫ് കുറേ നൈറ്റ് വാക്കും അങ്ങനെ ഇങ്ങനെയെല്ലാം ആയിട്ട് അടിപൊളിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഫുക്കറ്റിലേക്ക് ലാൻഡ് ചെയ്യുമ്പോഴുള്ള സീനാണ്ട് കംപ്ലീറ്റ് മാറ്റാം. ഇത് ഉണ്ടാക്കും കൂടുതൽ ബിൽഡിംഗ് ഒന്നും ഇല്ലാണ്ട് ഭയങ്കര സൈലൻ്റായിട്ട് കാമായിട്ടുള്ളൊരു സ്ഥലം. സിറ്റി പോലെയല്ല, ഭയങ്കര വ്യത്യാസമാണ്. ഇവിടെയാണ് കുറേ ഐലൻഡിലുള്ള. അങ്ങനെ ഫുക്കറ്റിലേക്ക് ലാൻഡ് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് എയർപോർട്ടിൽ തന്നെ കുറേ ഇതേപോലെ എന്താ പറയുക, നമുക്ക് ടൂർ പാക്കേജ് വേണോ എന്നെല്ലാം അല്ല, നമുക്ക് ടൂർ പാക്കേജ് വേണമെങ്കിൽ എടുക്കാൻ പറ്റിയ ഇതേപോലെ കൗണ്ടേഴ്സ് ഉണ്ടാവും. ഹോട്ടൽ ആൻഡ് ടൂർ എന്നെല്ലാം എഴുതിയിട്ട് ഇവിടുന്ന് തന്നെ നമ്മൾ ഐലൻഡിലോട്ടൊക്കെയുള്ള ടൂർ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയല്ലോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തന്നെ ടൂറ് ബുക്ക് ചെയ്യലാന്ന്. ഒരു ദിവസമാണ് ഫുൾ ഐലൻഡിലേക്കുള്ള ടൂർ. ഒരു 4 ഐലൻഡ് കവർ ചെയ്യുമെന്ന് പറഞ്ഞത്. ഫിഫി, മായ, പേ, അങ്ങനെ മങ്കി ബീച്ച്, അങ്ങനെ കുറച്ചുണ്ട്. പിന്നെ ജെയിംസ് ബോണ്ട് ഐലൻഡെല്ലാം ആ ഒരു സിനിമ ഷൂട്ട് ചെയ്തെല്ലാം. പക്ഷെ നമ്മൾ 1 ഡേ ആണ് എടുത്തത്. അതിൽ ഈ ജെയിംസ് ബോണ്ട് ഐലൻഡ് പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. 4 വേറെ ഐലൻഡിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടുന്ന് എയർപോർട്ട് ടു റൂമിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷനും എല്ലാം ആ ഒരു ടൂറിൽ തന്നെ വന്ന്. ഇവിടെ ഇങ്ങനത്തെ വലിയ വാൻ ഉണ്ടാവുക കുറേ ഉണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ നോക്കിയാൽ സിറ്റി അല്ലാത്ത നമ്മളെ എന്താ പറയുക, കുറച്ച് ഉള്ളോട്ടേക്കുള്ള ഒരു സ്റ്റൈലാണ്. ഇവിടുത്തെ ഹോട്ടലായാലും എല്ലാം മൊത്തം കംപ്ലീറ്റ് ബാങ്കോക്കിൽ നിന്നും കംപ്ലീറ്റ് മാറ്റാം, ലുക്ക് മൊത്തത്തിൽ മാറ്റാണ്. കുളിക്കാൻ പോവല്ല നീ ഇപ്പോൾ? ട്രോപ്പിക്കൽ തീമല്ല എല്ലാം. കൊടയുണ്ട്. ഇവിടെ ഇല്ലേ എല്ലാ ഹോട്ടൽ റൂമിലും ഇതുപോലെ കുട വെച്ചിട്ടുണ്ടാവും. ഇവിടെ പൊതുവെ മഴ പെയ്യുന്ന ഏരിയ ആയതുകൊണ്ട്, കൺട്രി ആയതുകൊണ്ടാന്ന് തോന്നുന്നു എല്ലായിടും ഇതുണ്ടാവും കേട്ടോ.
പിന്നെ ഇന്ന് നമ്മൾ എവിടെ അങ്ങനെ കറങ്ങാൻ പോകാനൊന്നും പ്ലാനില്ല. അതുകൊണ്ട് തന്നെ രാത്രി ഒന്ന് നടക്കാനെല്ലാം പോയി കഴിഞ്ഞ് പിന്നെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ നമുക്ക് ഈ ഐലൻഡിലോട്ടെല്ലാം ഉള്ള ടൂറുണ്ട്. പിറ്റേന്ന് രാവിലെ നമ്മൾ നേരത്തെ ഒരു 5:30 മണിയാകുമ്പോൾ തന്നെ എണീച്ചിനെ. നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കിടക്കാണ്ട് റെഡിയായി. ഇത് തലേദിവസം രാത്രിക്ക് തിന്ന നൂഡിൽസേനെ. ഇവിടെ വന്നിട്ട് അധികം നൂഡിൽസും അതും ഇതുമെല്ലാം കഴിക്കലുണ്ട്. ഇങ്ങനെ വന്നാൽ അങ്ങനെ പറ്റൂ. കുട്ടികൾക്കെല്ലാം ഡെയിലി ഒരു നൂഡിൽസെങ്കിലും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പം കുട്ടികളെല്ലാം എണീപ്പിച്ച് റെഡിയാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ റെഡിയാവുന്നത്. പിന്നെയും അവർ കിടന്നുറങ്ങിയിട്ടാണ്. റെഡിയാക്കി എന്ന് പറഞ്ഞാൽ ഡ്രസ്സെല്ലാം ചേഞ്ചാക്കി കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഞാനും റെഡിയായിട്ട് വേണം. നമുക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ചിട്ട് വേണം പോകാൻ. ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് വണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് തന്നെ കറക്റ്റ് ടൈം റെഡി ആവണമല്ലോ. ഈ കുട്ടികളെ മുടി കെട്ടിക്കൊടുക്കില്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് കേട്ടോ. ആദ്യം കുറേ ആലോചിക്കും വല മോഡലിലും കെട്ടിയാലോ എന്ന്. എന്നിട്ട് അധികം കെട്ടിക്കൊടുക്കുന്ന സ്റ്റൈലും ഞാൻ കെട്ടിക്കൊടുക്കും. അങ്ങനെ ഹെയറെല്ലാം നല്ലോണം സ്റ്റൈൽ ചെയ്യണമെങ്കിൽ കുറേ സമയം വേണം. എനിക്ക് അതിനൊന്നുള്ള ടൈം കിട്ടലില്ല. അധികം എങ്ങനെയാണെന്നോ കെട്ടൽ അങ്ങനെ തന്നെ. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടില്ലേ, ഇവിടെ കുറേ നല്ല വെർജിൻ കോക്കനട്ട് ഓയിലുണ്ട്. കോൾഡ് പ്രസ്ഡ് ഓയിൽ ഉണ്ടാവില്ലേ, അത് കുറേ ബ്രാൻഡിൻ്റെ കണ്ടിട്ട് ഞാനിവിടെ വന്നിട്ട് കുറേ തപ്പീന്. കാര്യം ഞാൻ വരുമ്പോൾ വെളിച്ചെണ്ണ കൊണ്ടുവന്നിട്ടില്ലേനു. ഇവിടുത്തെ വെള്ളത്തിൽ കുളിക്കുമ്പോൾ എല്ലാം ഹെയറെല്ലാം ഭയങ്കര ഫ്രിസി ആവട്ടാ. ഇന്നുവിൻ്റെ പ്രത്യേകിച്ച് ആവലുണ്ട്. അതുകൊണ്ട് ഓൾക്ക് ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ഓയിൽ പരട്ടിക്കൊടുക്കും. പിന്നെ ഈ കുഞ്ഞു ക്ലിപ്പെല്ലാം ഞാനിങ്ങനെ കുറേ കമ്പാർട്ട്മെൻറ്റുള്ള ഈ ഒരു ഇതിൽ ആക്കിക്കൊണ്ടുവന്നെയാണ്. ഞങ്ങൾക്ക് എവിടെ പോകുമ്പോൾ ഇങ്ങനത്തെ ഹെയർ ആക്സസറീസ് കുറേ ഉണ്ടാവും എടുത്തുകൊണ്ട് പോകാൻ. ഞാനൊരു കുഞ്ഞ് ബാഗ് അതിനായിട്ട് എടുക്കലുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഈ ചെറിയതിൽ എല്ലാം കുത്തി നിറച്ചിട്ട് കൊണ്ടുവന്നത്. ഓരോ ഡ്രസ്സിനും മാച്ചായിട്ടുള്ള കുത്തി കൊടുക്കണ്ടേ. പിന്നെ നമ്മളിപ്പോൾ ഇട്ട ഡ്രസ്സില്ലേ, നമ്മളും പിന്നെ നമ്മളെ കൂടെ ഉള്ള ഫാമിലിയില്ലേ, നമ്മൾ ഒരുമിച്ച് പ്ലാൻ ചെയ്തിട്ട് എല്ലാവർക്കും സെയിം ഡ്രസ്സ് വാങ്ങിയിട്ട് കൊണ്ടുവന്നേനു. ഒരു ദിവസം എല്ലാവർക്കും മാച്ചായിട്ട് ട്വിന്നിങ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അവർക്കും 2 പെൺമക്കളാണ്. അപ്പം ഓൾമോസ്റ്റ് ഒരേപോലത്തെ ഉണ്ടല്ലോ അങ്ങനെ. പിന്നെ ഇന്നുവിന് ഞാൻ എപ്പോഴും ഞാൻ അധിക ഡ്രസ്സിൻ്റെ ഒക്കെ കെട്ടിക്കൊടുക്കാൻ പറ്റുന്നൊരു ഹെയർ സ്റ്റൈലല്ലേ ഇത്. വേഗം കെട്ടാനും പറ്റും. ഞാൻ കുറേ ആലോചിച്ചേ വേറെ ഏതെങ്കിലും സ്റ്റൈലിൽ കെട്ടാന്ന്. പക്ഷേങ്കിൽ സമയമില്ല, കുറേ സമയം എടുക്കൂലേ. പിന്നെ ഇങ്ങനെ തന്നെ കെട്ടിക്കൊടുത്ത് ഈ ഒരു ഹെയർ സ്റ്റൈൽ ഇന്നുവിന് നല്ലോണം മാച്ച് ആവലുണ്ട്. പിന്നെ നമ്മൾ ഡ്രസ്സില്ലേ, നമ്മൾ ഒമാനിന്നും പിന്നെ UAE ന്നും ഓൺലൈനിൽ വാങ്ങിയതാണ്. ഓൺലൈനാകുമ്പോൾ സെയിം പീസ് കിട്ടുമല്ലോ. പിന്നെ ഇക്കാൻ്റെ ഡ്രസ്സ് മാക്സിന്ന്, അവർ രണ്ടാളങ്ങനെ മാക്സിന്ന് ഒമാനിന്നും UAE ന്നുമായിട്ടും അങ്ങനെ വാങ്ങിയതാണ്. വീഡിയോ നമ്മൾ ട്രാൻസിഷൻ വീഡിയോ കണ്ടുതരാം. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരേപോലത്തെ ഡ്രസ്സാണല്ലോ എവിടുന്നാ വാങ്ങിയതെന്നെല്ലാം. പിന്നെ ഇനിയിപ്പോൾ ആലൂനില്ലേ ഇങ്ങനത്തെ ഈ റിബണില്ലേ, അത് വെച്ചിട്ടാണ് ഹെയർ സ്റ്റൈൽ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ വന്നേരം വിചാരിച്ചിന് ഹെയർ ബ്രൈഡ് ചെയ്ത് കൊടുക്കൂലേ, ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഗോവയിലെല്ലാം പോകുമ്പം കണ്ടിട്ടില്ലേ, അങ്ങനെ ഇവിടെ കുറേ സെൻറ്റേഴ്സ് ഉണ്ട്. നല്ല രസമല്ലേ ചെയ്തിട്ട് കാണാൻ കുട്ടികളെല്ലാം. ഞാൻ വരും വിചാരിച്ചിന് കുട്ടികൾക്ക് അങ്ങനെ ഹെയർ എങ്ങനെ ബ്രൈഡ് ചെയ്തിട്ട് കൊടുക്കണമെന്ന്. പല മോഡലിലും ചെയ്യുന്ന കാണാം. പക്ഷേങ്കിൽ പിന്നെ ഇവിടെ വന്നേരം പിന്നെ അതിൻ്റെ മൂഡ് പോയി. എന്താണെന്നറിയില്ല, നമ്മൾ വരുമ്പം കുറേ കാര്യം ചെയ്യണമെന്ന് വിചാരിക്കൂലേ. അങ്ങനെയാണ് ഞാൻ വരുമ്പോൾ വിചാരിച്ചത് പുഴുവിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, വേറെ എന്തെല്ലോ ഐറ്റംസ് ഇല്ലേ. പക്ഷേങ്കിൽ സത്യം പറഞ്ഞിവിടെ വന്ന് കണ്ട് ഒരു അതിൻ്റെ മൂഡ് പോയി. നമുക്ക് നേരിട്ട് കാണുമ്പോൾ അതൊന്നും പറ്റൂല, നമ്മളെ കൊണ്ടാവുന്ന എന്തായാലും പറ്റൂല. എന്താ പറയുക, പിന്നെ മുതലിൻ്റെ മീറ്റില്ലേ, അതെല്ലാം കാണുമ്പോൾ ഓക്കെ, എല്ലാവരും തിന്നുന്ന കാണുമ്പോൾ. പക്ഷേങ്കിൽ നമുക്ക് എന്തായാലും പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പായി. നേരിട്ട് കാണുമ്പോൾ നമുക്ക് അതിനുള്ള മനസ്സ് വരുന്നില്ല. അങ്ങനെ നമ്മൾ റെഡിയായി. ഇനിയിപ്പം ഇവിടെ രാവിലെ ഫുഡും കഴിച്ചിട്ട് വേണം പോകാൻ. എവിടെ പോയാലും ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതാണ് ഇങ്ങനെ ഈ ഹോട്ടലിൽ കിട്ടുന്ന കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റില്ലേ അത്. പിന്നെ ഇല്ലേ, ഇന്നോൻ എവിടെ പോയാലും ഓളെ ചോക്കോസ് തന്നെ, ഓളെ സ്ഥിരം
ഓളെ വീട്ടിൽ നിന്ന് ഒക്കെ അതാ ഇഷ്ടം, എവിടേക്കെങ്കിലും പോയാൽ അതാ നമ്മൾ പുതിയ പുതിയ എന്തെങ്കിലും സാധനം കാണുമ്പോൾ അതെല്ലാം എടുത്ത് വെക്കില്ലേ, ഒക്കെ അങ്ങനെയൊന്നുമില്ല. കുട്ടികളോടൊന്നും തിന്നാൻ പറഞ്ഞാലോ. ഇതിവിടെ ചെയ്യുന്നൊക്കെ we need full cooked one, okay? ഇവരിത് ഉണ്ടാക്കുന്നതാണ് നല്ല രസമില്ലേ. ഇങ്ങനെ മുട്ട ചെയ്തെടുക്കുന്നതിനില്ലേ, ഈ ഷേപ്പിൽ ചെയ്തെടുക്കുന്നതിന് എന്തോ പേര് പറയും. ഇങ്ങനെ ചെയ്യുമ്പോൾ പൊതുവേ ഉള്ളിൽ അധികം കുക്കാവാണ്ട ഉണ്ടാവുക, ക്രീം പോലെ. പക്ഷേങ്കിൽ നമുക്കതങ്ങനെ സെറ്റാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് കുക്ക് ചെയ്തിട്ട് തരാൻ വേണ്ടി പറഞ്ഞിനു. നല്ല രസമുണ്ട് ചെയ്തിട്ട് കാണാൻ. പിന്നെ ഇവിടെ കുറേ അധികം ഫുഡിൽ മഷ്റൂം കൂടുതൽ യൂസ് ആക്കുക. പിന്നെ എന്താ പറയുക, നമുക്കില്ലേ നമ്മളിപ്പോൾ പോയി വന്ന് കേട്ടാ, നമ്മളിപ്പോൾ നാട്ടിലുള്ള കണ്ണൂരുള്ള കുറേ പേര് നാട്ടിലെത്തിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ സോസേജ് നമ്മളെ തൈരില്ലേ അതിൽ മിക്സ് ആക്കിയിട്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇങ്ങനെ എന്തെല്ലോ കഴിച്ചിട്ടാന്ന് തോന്നുന്നത് ഫുഡ് പോയ്സൺ ആയിരുന്നു. നാട്ടിൽ വന്നിട്ട് ഒരു 4-5 ദിവസം വയറിന് എന്തെല്ലോ പ്രോബ്ലംസ് ആയിരുന്നു. എന്താ പറയുക, ഒരു ഫുഡും കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ വല്ലാത്ത പ്രശ്നത്തിലേനു കേട്ടോ. അങ്ങനെ നമ്മൾ എന്തെല്ലോ കോമ്പിനേഷൻസിൽ അങ്ങനെ തിന്ന് നോക്കിയാലും പിന്നെ അവിടെ കുറേ എന്തെല്ലോ വെറൈറ്റി ഫുഡെല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം കൊണ്ട്. പിന്നെ നമ്മളിന്ന് ബീച്ചിലോട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ചെരുപ്പെല്ലാം എടുത്തിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അങ്ങനെ നമ്മൾ പിന്നെ വേഗം വണ്ടിയിൽ കയറി നമ്മൾ അവിടെ എത്തി. നമ്മൾ ഐലൻഡിലോട്ട് പോകുന്ന ഒരു ബോട്ടിൽ കയറിയിട്ട് വേണം ഓരോ ഐലൻഡിലോട്ടും പോകാനും. പിന്നെ പോകുന്നതിന് മുന്നേ മഴയ്ക്ക് ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ റെയിൻ കോട്ട് വാങ്ങിയില്ലേ, നമ്മൾ നാട്ടിൽ 100 രൂപക്ക് കിട്ടുന്ന സാധനമില്ലേ, അത് അടുത്ത 50 ബാത്തിന് നമ്മൾ വാങ്ങിയ. ഓരോ സ്ഥലത്തും വലിയ റേറ്റില്ല അതിന് പറഞ്ഞേനെ. പക്ഷേ അടുത്ത 50 ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിൽ 125-150 രൂപ അങ്ങനെ ഓരോന്നിനും റേറ്റ് വരുന്നത്. ചെറിയ കൂടുതലുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി കഴിച്ചിട്ട് വന്നതുകൊണ്ട് നമ്മളൊരു കോഫിയെല്ലാം എടുത്ത് അവർ കുറേ ഇൻസ്ട്രക്ഷൻസ് തരും. അവയർനെസ് ഉണ്ട്, അങ്ങനെ ബീച്ചിൽ പോയാൽ നമ്മളെ കാല് ശ്രദ്ധിക്കാനുള്ളത്, പിന്നെ സ്കൂബ ചെയ്യുന്നുണ്ടെങ്കിൽ, സ്നോർക്ലിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയെല്ലാം. പിന്നെ നമ്മൾ സ്നോർക്ലിങ് നമുക്ക് ഈ ഒരു പാക്കേജിൽ ഫ്രീ ആയിട്ടുണ്ടാവും. പക്ഷേങ്കിൽ നീന്തൽ അറിയാത്തവർക്ക് സ്നോർക്ലിങ് ചെയ്യാം, പക്ഷെ അത്ര സേഫ് അല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സ്കൂബ 100% സേഫ്റ്റി അവർ പറയുന്നുണ്ട്. സ്നോർക്ലിങ്ങിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയുന്നില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു സ്നോർക്ലിങ് ചെയ്യാൻ, പക്ഷേങ്കിൽ എനിക്ക് നീന്തൽ അറിയില്ല ശരിക്ക്. അതുകൊണ്ട് നമ്മൾ സ്കൂബ എല്ലാവരും 4 ആളും, ചെറിയ കുട്ടികൾക്കില്ല കേട്ടോ, 9 വയസ്സ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യും. നമ്മളതുകൊണ്ട് കുട്ടികൾക്കൊന്നും എടുത്തിട്ടില്ല, നമുക്ക് മാത്രം എടുത്ത്. അങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് കയറല. ഇത് ഒരു സെറ്റ് ഓഫ് ആൾക്കാരാണ്, ഒരു ഗ്രൂപ്പാണ്, പ്രൈവറ്റ് ബോട്ടല്ല. എന്നിട്ട് നമുക്ക് ഓരോ ആക്ടിവിറ്റി നമുക്ക് പ്രൈവറ്റായിട്ട് ചെയ്യാം, അങ്ങനെയാണ്. ഇങ്ങനെ പോകുന്ന ഓരോ ഗ്രൂപ്പിനും ഇല്ലേ, നമ്മളതിൽ കണ്ടില്ലേ ഒരു ലേഡിനെ, അതേപോലെ ഓരോ ക്യാപ്റ്റൻ ഉണ്ടാവേ, അവരാണ് നമ്മളെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോകുക, തിരിച്ച് എത്തിക്കുന്നവരെ. പിന്നെ ഇതൊരു മണിക്കൂറോളമുള്ള ബോട്ട് യാത്രേനെ, അതോ കുലുങ്ങിയിട്ട് ആകെ പണിയാനേനു. ഇത് ഫസ്റ്റ് ഐലൻഡിലെത്തി. കാണാൻ ഭയങ്കര രസമാണ്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളറും ഈ വലിയ മലയും മൊത്തത്തിൽ നമുക്ക് ശരിക്കും ഒരു പിക്ചർ കാണുന്ന പോലെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും ഇത്തിരി ഒറിജിനൽ ആണോ എന്ന് വരെ വിചാരിച്ചു, അത്രയ്ക്കും രസമുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഇറങ്ങിയ മങ്കി ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചിലാണ്. ഇതൊരു ഐലൻഡാണ്, ഇവിടെ ആളും താമസിക്കുന്ന സ്ഥലമൊന്നുമല്ല. പക്ഷേ ഈ ഒരു ബീച്ചിലിറങ്ങുക, പക്ഷെ നമുക്ക് വലിയ സ്പെഷ്യലായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഈ മങ്കിനെ നമ്മളധികം കാണാത്തൊന്നുമല്ലല്ലോ, പക്ഷേ ചില ആൾ ഇതുവരെ കാണാത്ത പല ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട്, ഫോറിനേഴ്സ് എല്ലാം. നമുക്ക് പിന്നെ വലിയ എന്താ പറയുക, വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ബീച്ച് അടിപൊളിയാണ്. പക്ഷെ മങ്കി ബീച്ച് എന്ന് പറഞ്ഞിട്ട് കുറച്ച് മങ്കീസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. ഫോട്ടോയിലെല്ലാം കാണുമ്പോൾ കുറേ മങ്കിനെല്ലാം കാണാം, അങ്ങനെയില്ല. പക്ഷെ എല്ലാ ടൈമും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നല്ല ഡ്രസ്സെല്ലാം ഇട്ട് പോയാലില്ലേ ഫുള്ള് നനയും. നമ്മൾ ഇറങ്ങുമ്പോൾ എല്ലാം നനയും, കുട്ടികളെല്ലാം കയറ്റലും അതിൻ്റെ ഒരു പണിയാണ്. പക്ഷെങ്കിൽ ഇത് കണ്ട അത്രയും മതി. ഭയങ്കര രസമായിട്ടാണ് കാണാൻ.
ഇവിടുത്തെ വെള്ളം ഇങ്ങനത്തെ കളറെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഭയങ്കര കാമായിട്ടുള്ള ബീച്ചാണ്, അങ്ങനെ തിരമാലയൊന്നും വരാത്ത ഭയങ്കര രസം കാണാൻ. അത് നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാട്ടാ. പിന്നെ നമ്മളിങ്ങനെ അവിടെ കുറച്ച് സമയം നിൽക്കും, പിന്നെ നമ്മൾ തിരിച്ചു വരും, പിന്നെ നെക്സ്റ്റ് ഐലൻഡിലേക്ക് പോവും. അങ്ങനെയാണ്. പിന്നെ നമ്മൾ അടുത്ത ഐലൻഡിൽ ഇറങ്ങി. ഇവിടെ കുറേ സ്കൂബ ചെയ്യുന്ന മറ്റേ ഓക്സിജൻ സിലിണ്ടറെല്ലാം കണ്ട. ഇവിടെ നിന്നാണ് നമ്മൾ സ്കൂബ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മൾ വരുമ്പോൾ പേര് ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മളെ ഡീറ്റെയിൽസ് അവരിൽ ഉണ്ടാവും. പിന്നെ നമുക്കിങ്ങനെ കൈമേലൊരു മാർക്കെല്ലാം ചെയ്ത് തരും. ഇതില്ലേ നമ്മൾ ക്യാമറ അല്ല വീഡിയോയും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിത്ത് വീഡിയോ ചെയ്യാം, വിത്തൗട്ട് വീഡിയോ ചെയ്യാം. നമ്മൾ പിന്നെ എന്തായാലും സ്കൂബ ചെയ്യുന്നില്ലേ, അപ്പോൾ വീഡിയോയും കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു മെമ്മറി ആവുമല്ലോ. അങ്ങനെ പിന്നെ നമുക്ക് അവർ ഡ്രസ്സെല്ലാം തരും. ഞാൻ എക്സൽ സൈസ് ഉണ്ടോയെന്നെല്ലാം നോക്കി, പക്ഷേ ഡ്രസ്സെല്ലാം സെയിം സൈസ് തന്നെയാണ്, കുറച്ച് ടൈറ്റായിട്ട് ഇടുന്ന ഡ്രസ്സാണ്. പിന്നെ ഇവർ ഇൻസ്ട്രക്ഷൻസ് തരുന്നതാണ് ഇത്. Water inside, right? Yeah. If water inside, close back foot in the middle. Water out. And can you try now? Okay. Yeah. You can sit around here. You can see that, but do not go out. No, you can sit here. No worry, we can see them. But tell them to not go in. ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നുകിൽ സ്നോർക്കലിങ് അല്ലെങ്കിൽ സ്കൂബ ചെയ്യണമെന്ന് തിരക്കാക്കി കൊണ്ടുവന്നത് ഞാനാണ്. പക്ഷേ അങ്കിന് ഭയങ്കര ടെൻഷന്. അങ്കില്ലേ ഈ വെള്ളത്തിലങ്ങ് മുങ്ങുമ്പോൾ ശ്വാസം കിട്ടുമോ, മറ്റേ എന്തെല്ലാം മുഖത്ത് വെച്ചിട്ടല്ലേ പോകണ്ടേ, അന്നേരം എനിക്ക് ശ്വാസം കിട്ടുമോ എന്നുള്ള ഭയങ്കര ടെൻഷനേനു. പിന്നെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ലാസ്റ്റാണ് പോയേ. അപ്പോൾ ഫസ്റ്റ് പോകുന്നവരെല്ലാം ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാവരെയും കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് നമ്മൾ ഇറങ്ങിയത്. എന്നാലും എനിക്ക് എന്തോ ടെൻഷനായിരുന്നു. എനിക്ക് എല്ലാം ചെയ്യണം, പക്ഷേ ആ ഒരു മൊമെൻ്റ് എത്തുമ്പോൾ ഇല്ലേ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ കുറേ പേര് സ്നോർക്കലിങ് നീന്തൽ അറിയാത്തവർ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ അതാവുമ്പോൾ അത് ഇവർ പറഞ്ഞ് കടലാന്ന് നമുക്ക് എങ്ങനെയാണ് വേവ്സ് ഉണ്ടാവുക, തിരമാല എങ്ങനെയാണ് വരിക ഒന്നും പറയാൻ പറ്റില്ല, പൂൾ വാട്ടർ പോലെയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നീന്തൽ അറിയാത്തവർ സ്നോർക്കലിങ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വന്തം റിസ്കിൽ ചെയ്യണം അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നെ ആകെ പേടിയായി. അതുകൊണ്ടാണ് പിന്നെ സ്കൂബ എടുത്തേട്ടാ. സ്കൂബയാകുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, കുറച്ചും കൂടി സേഫാണ്. 100% സേഫ്റ്റി അവർ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഒന്നും അറിയില്ലല്ലോ, അവരങ്ങനെ പറയുമ്പോൾ നമുക്കൊരു വിശ്വാസമല്ലേ. അങ്ങനെ എല്ലാം സെറ്റായി. പിന്നെ ഹിജാബ് ഇട്ടുകൊണ്ട് ആ സാധനം വെക്കുമ്പോൾ നമുക്ക് അത്ര കംഫർട്ടബിൾ അല്ലേനു. പിന്നെ ആദ്യം ഒന്ന് മുങ്ങി നോക്കുമ്പോൾ നമുക്കാണെങ്കിൽ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അതിലൂടെ നമ്മൾ മൂക്ക് ഉപയോഗിക്കാൻ പാടില്ല, നമ്മൾ വായിലൂടെ ശ്വാസം എടുത്ത് വായിലൂടെ പുറത്ത് കളയാൻ വേണ്ടേ. അതൊന്നും സെറ്റാവാണ്ട് നമുക്ക് പറ്റൂലല്ലോ. അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് മെല്ലെ മുങ്ങി നോക്കി. അത് ഓക്കെ ആയാലും മാത്രമേ അവർ പിന്നെ നമ്മൾ അങ്ങനെയും കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓക്കെ ആയാൽ മാത്രമേ താഴത്തോട്ട് പോകുന്നുള്ളൂ. ഫസ്റ്റ് മേലെ തന്നെ നമുക്കിങ്ങനെ ട്രെയിൻ ചെയ്ത് തരും. അങ്ങനെ നമ്മൾ സ്കൂബയെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കില്ലേ നമ്മളെ കൂടെയുള്ള സ്കൂബ ഒന്നും ചെയ്യാത്തവർ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിന്. പിന്നെ നെക്സ്റ്റ് നമ്മളെ ടൈമേനു. ഈടെയും നമ്മളെ ഇന്ത്യൻ ഫുഡുണ്ട്, അങ്ങനെ കോണ്ടിനെൻ്റൽ ഫുഡെല്ലാം കിട്ടുന്നൊരു ബൊഫയാണ് ഇത്. ഇന്ത്യൻ ഫുഡും അറബിക് ഫുഡും. കുറേ അറബീസ് ഉണ്ട് തായ്ലാൻഡിൽ. എനിക്ക് തോന്നുന്നു ഇന്ത്യൻസ് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻസിനെ പോലെ തന്നെ അറബീസ് ഉണ്ട് എന്ന് തോന്നുന്നു. അത്രയും കൂടുതലുണ്ട്. ഫാമിലി ആയിട്ടും ബാച്ചിലറായിട്ടും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അറബിക് ഫുഡ് അധികവും കാണുന്നുണ്ട്. കീമയും എന്താ പറയുക അങ്ങനത്തെ റൊട്ടി ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ ഫുഡ് കഴിക്കാൻ പിന്നെ ഒരു 10 മിനിറ്റിനു ബാക്കിയുള്ളൂ. നമ്മൾ സ്കൂബയെല്ലാം കഴിഞ്ഞ് അതിൻ്റെ കഥയെല്ലാം പറഞ്ഞ് വരുമ്പോഴത്തേക്ക് അനൗൺസ്മെൻറ്റ് വന്നിട്ട് ഒരു 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഇവർ ടൈം പറയും ഓരോ ഐലൻഡിൽ ഇറങ്ങുമ്പോൾ. പിന്നെ നമ്മളെല്ലാം കൂട്ടിയിട്ട് ഇവർ പോവുകയും ചെയ്യും, കൂട്ടാണ്ട് പോവുകയൊന്നും ചെയ്യില്ല. പക്ഷേങ്കിൽ അവർക്കൊരു ടൈം ഉണ്ട്. ഒരു 4ഓളം സ്ഥലം കവർ ചെയ്യണ്ടല്ലേ. അങ്ങനെ നമ്മൾ കുറച്ചധികം ഫുഡ് തന്നെ എടുത്തിട്ട് റൈസും എല്ലാവരുടെയും ഉണ്ടാവും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് കയറി. നെക്സ്റ്റ് പിന്നെ നമ്മൾ ഈ ലോങ് ടൈൽ ബോട്ടലിലുള്ള ഒരു ഐലൻഡിലോട്ടാണ് പോയത്.
ഇതിൻ്റെ വ്യൂ ഭയങ്കര അടിപൊളിയായിരുന്നു. ലോങ് ടെയിൽ ബോട്ടും നമ്മൾ സെപ്പറേറ്റ് ബുക്ക് ചെയ്യണം. നമ്മൾ കുറേ പിക്ചേഴ്സ് എല്ലാം കാണുന്നില്ല ഇങ്ങനത്തെ ബോട്ടിലെല്ലാം ഇരുന്നിട്ട്, ഇത് നമ്മൾ സെപ്പറേറ്റ് ബുക്ക് ചെയ്യേണ്ടതാണ്. ഇതെല്ലാം നമ്മൾ എക്സ്ട്രാ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അങ്ങനത്തെ ഒരു ഇതാണ്. ഇത് ആകെ 3/4 മണിക്കൂറാണ് ഈ ലോങ് ടെയിൽ ബോട്ട് നമുക്ക് തരാം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാം. പിന്നെ ഇതിൽ കയറിയാൽ പിന്നെ അതിനേ സമയം ഉണ്ടാവും, ഫോട്ടോ എടുക്കാനേ ടൈം ഉണ്ടാവും. നമുക്ക് എത്ര എടുത്താലും മതിയാവുകയും ചെയ്യില്ല. നമ്മളില്ലേ കുട്ടികളെ എല്ലാവരും ഇരുത്തിയിട്ടും സിംഗിളായിട്ടും ഫാമിലി ആയിട്ടും അങ്ങനെ ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ലോങ് ടെയിൽ ബോട്ടിൻ്റെ സമയവും കഴിഞ്ഞ് നമുക്കില്ലേ ഭയങ്കരമായിട്ട് അങ്ങനെ നമ്മൾ ഈ ഫോട്ടോ എടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്താ പറയുക, നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു ആ ഒരു ഐലൻഡിലെ അവസ്ഥയെ. പക്ഷെങ്കിൽ നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ ഫോട്ടോസെല്ലാം എടുത്ത് അവിടെ നിന്നും തിരിച്ച് കയറി. ഇങ്ങനത്തെ ഐലൻഡിലോട്ടെല്ലാം വരുമ്പോൾ ഇല്ലേ ഡ്രസ്സെല്ലാം മൊത്തത്തിൽ കൊള്ളാവും. നമ്മൾ എന്താ പറയുക, ഇതുപോലെ ഷോർട്ട്സും അങ്ങനെയെല്ലാം ഇട്ടിട്ട് വരുന്നതാണ് നല്ലത്. പക്ഷെ നമുക്കതെന്തായാലും പറ്റില്ലല്ലോ. നമ്മളെ ഡ്രസ്സെല്ലാം മൊത്തം ആദ്യത്തെ സ്ഥലത്ത് ഇറങ്ങുമ്പോൾ തന്നെ ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂബ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഹിജാബ് അടക്കം ഇട്ടിട്ടല്ലേ ഇറങ്ങിയത്. നമ്മൾ മേലെയുള്ള ഡ്രസ്സിന് ഊരിയിട്ടുള്ളൂ. നമ്മളെ ഫുൾ സ്ലീവിന് വേണ്ടിയിരുന്ന ഇന്നറും പാൻറ്റും ഹിജാബും എല്ലാം ഇട്ടിട്ടല്ലേ നമ്മൾ സ്കൂബ ചെയ്തത്. നമുക്കെല്ലാം ഇങ്ങനെ ഊരി ചെയ്യാൻ പറ്റില്ലല്ലോ ആ ഡ്രസ്സ് മാത്രം ഇട്ടിട്ട്. ആ ഡ്രസ്സ് മാത്രം എന്ന് പറഞ്ഞാൽ ഷോർട്ട്സ് പോലെയാണ്. അപ്പോൾ അത് നമുക്ക് പറ്റാത്തതുകൊണ്ട് അതും അടക്കം ഇറങ്ങിയോണ്ട് മൊത്തം നമ്മൾ ഹിജാബ് അടക്കം നനഞ്ഞിട്ടേനുള്ള. പിന്നെ നമ്മൾ ലാസ്റ്റ് ഫിഫി ഐലൻഡിൽ വന്ന് ഇവിടെ ജെറ്റ് സ്കീ അങ്ങനെ കുറേ ബനാന ബോട്ട് അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇവിടുന്ന് കുറച്ച് കുട്ടികൾ കുറച്ച് സമയം കളിക്കലും അങ്ങനെയല്ലേനു. അങ്ങനെ നമ്മൾ ഐലൻഡ് ടൂറെല്ലാം കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഫോട്ടോസ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ജെയിംസ് ബോണ്ട് ഐലൻഡെല്ലാം ഉണ്ട്, നമുക്ക് നെക്സ്റ്റ് ഡേ വേണമെങ്കിൽ പോവാം. പക്ഷെ നമുക്ക് പോകാൻ പ്ലാനില്ല കേട്ടോ. കാര്യം ഈ ഐലൻഡിലോട്ട് പോകുമ്പോൾ ഇല്ലേ ഫുള്ള് പൂഴിയും കാണാൻ നല്ല രസം തന്നെയാണ്. പക്ഷെങ്കിൽ അതിൻ്റെ ബാക്കിലില്ലേ ഈ പൂഴിയും മണ്ണാവലും ഡ്രസ്സും എടുക്കാലും മൊത്തം അങ്ങനത്തെ ഒരു സംഭവമല്ലേ ഈ ബീച്ച് എന്ന് പറഞ്ഞാൽ. അങ്ങനെ പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത രാത്രിക്കാണ്. പിന്നെ നമ്മളോട് തായ്ലാൻഡ് ട്രിപ്പിൻ്റെ എക്സ്പെൻസ് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, നമ്മൾക്ക് എത്രയായി ടോട്ടൽ എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. കാര്യം നമ്മൾ ചെയ്ത ആക്ടിവിറ്റി പോലെ ആയിരിക്കില്ല എല്ലാവരും ചെയ്യുക. ചിലർ ഒന്നും ചെയ്യാണ്ട് നിൽക്കുന്നവരുണ്ടാവും, ചിലർ കുറേ അധികം ചെയ്യുന്നവരുണ്ടാവും. പക്ഷേങ്കിൽ ഞാൻ ആവറേജ് പറയാം, നിങ്ങൾക്കില്ലേ വിത്ത് എയർ ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എയർ ടിക്കറ്റ് അടക്കം ഒരു 5 days ആണ് അല്ലെങ്കിൽ ഒരു 4 ദിവസമെല്ലാം നിൽക്കുകയാണെങ്കിലേ ഒരു 40,000-ൻ്റെ ഉള്ളിൽ മാത്രമേ ആവൂ കേട്ടോ. എന്താ പറയുക, ബാക്കിയെല്ലാം ഈ ഹോട്ടലിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടുള്ള ഫുഡെല്ലാം കൂട്ടിയാലും നിങ്ങൾക്കൊരു 4 ദിവസത്തെ ട്രിപ്പാണ് നിങ്ങൾ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെർ പേഴ്സണാണ് ഞാൻ പറയുന്നത്, ഒരാൾക്ക് ഒരു 40,000-ൻ്റെ ഉള്ളിൽ മാത്രമേ ആവും. പിന്നെ നമ്മൾ കൂടുതൽ ദിവസം നിൽക്കും തോറും പിന്നെ നമ്മൾ എന്തെല്ലാം ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എമൗണ്ട് ചുരുക്കാൻ പറ്റും. പിന്നെ ഈ ഓരോരോ ടൂറിസ്റ്റ് സ്പോട്ടിൽ പോകുമ്പോൾ കാണുന്ന ഇതേപോലത്തെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെയും എമൗണ്ട് ചുരുക്കാൻ പറ്റും. പിന്നെ അതിനേക്കാളും എല്ലാം ചെയ്യണം, ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യണം എന്ന് വിചാരിക്കുന്നതാണെങ്കിൽ എക്സ്പെൻസ് കൂടും. അങ്ങനെ പിന്നെ നമ്മൾ ഓരോ ദിവസം കൂടുതൽ നിൽക്കുന്നതോറും എക്സ്പെൻസ് കൂടും. അപ്പോൾ അതാണ് ഒരു ആവറേജ് വരിക പെർ പേഴ്സൺ. അത് നമുക്കൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുമ്പം ഭയങ്കര എമൗണ്ട് ഒന്നുമല്ല, അപ്പോൾ അത്രയും ആവുന്നുള്ളൂ. പിന്നെ നിങ്ങൾ എത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ചിട്ടെല്ലാം കൂടും. അപ്പം അങ്ങനെ എനിക്ക് വേണമെങ്കിൽ ഭയങ്കര ചുരുക്കിയിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ ഇപ്പം 4 star 5 star അങ്ങനെ ഓരോരോ സ്റ്റാറുള്ള ഹോട്ടലെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം നോക്കിയിട്ടാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചുരുക്കാനും പറ്റും കൂട്ടാനും പറ്റും. അങ്ങനെ ഒരു 35,000-ൻ്റെ ഉള്ളിൽ വരെ നമുക്ക് പോയി വരാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ചോദിച്ചവർക്ക് ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് നല്ല പ്ലാൻ ചെയ്തിട്ട് ആദ്യമായിട്ട് പോകുന്നവരിലാണെങ്കിൽ ഒരു ട്രാവൽസിനെ കണക്ട് ചെയ്തിട്ട് പ്ലാൻ ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ല. അല്ലാണ്ട് ഇങ്ങനെ പോയി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സിമ്പിളായിട്ട് ട്രാവൽ ഏജൻസി ഒന്നും ഇല്ലാണ്ടും പോകാൻ പറ്റും.
എന്നോട് 4 ദിവസം പോകുമ്പോൾ എത്രയാവും എന്നെല്ലാണ് കൂടുതൽ പേരും ചോദിച്ചിട്ടുണ്ടായിന്. അതാണ് ഞാൻ ഈ ഒരു എമൗണ്ട് പറഞ്ഞത്. പിന്നെ നമ്മൾ 6 നൈറ്റാണ് അവിടെ നിന്നിട്ടുണ്ടായിന്. പിന്നെ നമ്മളെ കറക്റ്റ് എമൗണ്ട് പറയുന്നതിനെ കൊണ്ട് ഇങ്ങൾക്ക് വലിയ കാര്യമില്ല, നമുക്കും അത് നമ്മളെ പ്രൈവസി അല്ലേ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ആവറേജ് പറഞ്ഞു കേട്ടോ. പിന്നെ ഇല്ലേ, ഞാൻ കുട്ടികൾക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല കാഷ്വൽ വെയർസ് കിട്ടുന്നൊരു പേജ് കാണിച്ചു തരാം. ആലു യൂസാക്കിയ ഈ ഡ്രസ്സില്ലേ, ഞാൻ പിക്ക് കൊടുക്കുക ആലു ഇട്ടിട്ടുള്ള ഇതും. പിന്നെ ഇതാ ഈ ഒരു ഇന്നൂന് ഉള്ള ടോപ്പ്, അതല്ലെങ്കിൽ ഇത് ഏത് ഏജിലുള്ള കുട്ടികൾക്കും ഉണ്ടാവേ. ഒരു 5 വയസ്സ് വരെയുള്ള, ഏത് ഏജിലുള്ളതും അല്ല, 5 വയസ്സ് വരെയുള്ള. പക്ഷേങ്കിൽ അത് ഞാൻ ഇന്നൂനാണ് ആ ടോപ്പ് യൂസ് ചെയ്ത് കൊടുത്ത, ഇന്നു ആണ് ആ ടോപ്പ് യൂസാക്കിയത്. അപ്പോൾ ഈ ഒരു പേജിലില്ലേ നല്ല നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്ലോത്തിങ്സ് ഉണ്ട് കുട്ടികളുടെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോ. കോട്ടൺ പോലത്തെ നല്ല കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള മെറ്റീരിയൽസിലുള്ള ഡ്രസ്സസ് എല്ലാം ഉണ്ട്. ഇവർ ബേബി ഹാമ്പേഴ്സ്, ഇപ്പം ന്യൂ ബോൺസിനെല്ലാം ഹാമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കൂലേ, അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ, കുറച്ച് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളോട് എനിക്ക് ഷെയർ ആക്കണമെന്ന് തോന്നി. ഞാനൊരു 3 ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിനെ. പിന്നെ ഇല്ലേ, രാത്രിക്ക് നമ്മളില്ലേ ഒരു മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ കുറേ ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റുകളുണ്ട്. നമ്മൾ ചിൽവ എന്ന് പറഞ്ഞ, ചിൽവ എന്ന് തന്നെ എന്തോന്നും പറയാം, ചിൽവേന്നോ അങ്ങനെ എന്തോ ഒരു മാർക്കറ്റ് ഉണ്ട്, ഭയങ്കര ഫേമസാണ്. അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നത്തെ ദിവസം അത് ക്ലോസ്ഡ് ആണ്. കുറേ സ്റ്റാളും ഫുഡിൻ്റെയും എന്തെല്ലോ കുറേ സ്റ്റാളെല്ലാം ഉള്ളത്. അപ്പോൾ അത് ക്ലോസ് ആയതുകൊണ്ട് നമ്മൾ നാക്കാന്ന് പറഞ്ഞൊരു മാർക്കറ്റിലേക്കാണ് വന്നത്. ഇവിടുത്തെ ഷവർമയിലില്ലേ ഇങ്ങനെ സ്പെഷ്യലായിട്ട് ചീസെല്ലാം ഇട്ട് ബേൺ ആക്കിയിട്ടെല്ലാം തരും. ഭയങ്കര ഫില്ലായിട്ടുള്ള, ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹെവി ആയിട്ടുള്ള ഷവർമയാണ്. ഒന്ന് മൊത്തത്തിൽ തിന്ന് തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളില്ലേ ഹാഫാക്കിയിട്ടാണ് വാങ്ങിയത്. 2 എണ്ണം വാങ്ങി നമ്മൾ 4 ആളും കൂടി എടുത്ത് അങ്ങനെ. പിന്നെ അപ്പോൾ ഇല്ലേ നമുക്ക് ഇവിടുന്ന് കുറേ ഫുഡെല്ലാം ട്രൈ ചെയ്യണമെന്നെല്ലാം വിചാരിച്ചിട്ട് വന്നേ. പക്ഷേ എനിക്ക് ഫസ്റ്റ് തന്നെ ഷവർമ കണ്ടേരം അത് വാങ്ങിയതാണ്. പിന്നെ മൊത്തം തിന്നാൽ വയറ് നിറഞ്ഞു പോകല്ലോ, അതുകൊണ്ട് ഹാഫാക്കി കഴിച്ച്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഫ്രിഡ്ജ് മാഗ്നറ്റ് വേണേനെ. നമുക്കിവിടെ വന്നൊരു ഓർമ്മയ്ക്ക് നമ്മൾ സൊവനീഴ്സ് ഒന്നും അങ്ങനെ കൂടുതൽ വാങ്ങലൊന്നുമില്ല, ഇങ്ങനെ മാഗ്നറ്റ് വാങ്ങും, അത്രയേ ഉള്ളൂ. നമുക്ക് അതിനോട് വലിയ ക്രേസൊന്നും ഇല്ല, ഇങ്ങനെ കുറേ സൊവനീഴ്സ് ഒന്നും വാങ്ങിയിട്ട് വെക്കാനൊന്നും അങ്ങനത്തെ ക്രേസൊന്നും നമുക്കില്ല. അങ്ങനെ ഒരു മാഗ്നറ്റ് വാങ്ങി. മാഗ്നറ്റെല്ലാം ഇടുക 40 ബാത്ത് അങ്ങനെയാണ് റേറ്റ് വരുന്നത്. നമ്മളെ നാട്ടിൽ 100 രൂപേൻ്റെ ഉള്ളിൽ. ഇങ്ങനത്തെ ഐറ്റംസിനൊന്നും വലിയ റേറ്റൊന്നും ഇല്ല, പക്ഷേ ചില ഐറ്റംസിനെല്ലാം ഭയങ്കര റേറ്റാണ്. ഇങ്ങനത്തെ ക്യാമറ കണ്ടിന് ഇടാ, ഇന്നോൻ്റെ ഒരു ക്യാമറ ഇല്ലേ, കുറേ പേര് ചോദിക്കലുണ്ട് ഇന്നോൻ്റെ ഇടുന്ന വാങ്ങിനെന്ന്. ഇന്നോന് ചൈനയിൽ നിന്ന് ഇക്ക പോയരം കൊണ്ട് കൊടുത്തേനു. പക്ഷെങ്കിൽ ഞാനിപ്പോൾ നാട്ടിൽ വന്നേരം ആമസോണിൽ നിന്ന് വാങ്ങിന് പ്രിൻ്റ് ഔട്ട് വരുന്നത്. അതിൻ്റെ വീഡിയോ ഷോർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ആക്കാം കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കും. നല്ല അടിപൊളി സാധനം. ഫോട്ടോ എടുത്താൽ തന്നെ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് വരും, ഞാനൊരു വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഈ ഒരു സ്റ്റാളിൽ ക്യാമറയ്ക്കെല്ലാം ഭയങ്കര റേറ്റ് ചെയ്യുന്നത്, അതിനേക്കാളും കുറഞ്ഞ റേറ്റിൽ നമുക്ക് നാട്ടിൽ കിട്ടും. പിന്നെ ഞാനൊരു ട്രൈപോഡിന് നോക്കി, എൻ്റെ ട്രൈപോഡ് ഇവിടുന്ന് പൊട്ടിപ്പോയേ, കൊണ്ടുപോയത് ഇങ്ങനെ പോക്കറ്റിലിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ്. പക്ഷേ ഇവിടെ ഭയങ്കര റേറ്റ്. നമ്മളെ നാട്ടിൽ 500 രൂപയിനുണ്ടാവും, പക്ഷേ ആടെ നമ്മളെ നാട്ടിലെ എമൗണ്ടിലോട്ട് കൺവേർട്ടാക്കി നോക്കുമ്പോൾ 1500 രൂപ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ലബൂവിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലേ, ഇത് ഒറിജിനലൊന്നുമല്ല. പക്ഷേങ്കിൽ ഈ ഒരു സാധനത്തിന് എന്താണെന്നറിയില്ല, വീഡിയോയിൽ കണ്ട് ഭയങ്കര ഹൈപ്പാക്കിയിട്ടാന്ന് തോന്നുന്നത്. കുട്ടിക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര സംഭവം. ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ ആൾ പറയുന്നുണ്ട്, ഉമ്മ ലബൂബ് പ്രേതമാണെന്ന്. അവർക്കറിയാം ഇത് നെഗറ്റീവ് എനർജി ആണെന്ന്, അതുകൊണ്ട് വാങ്ങാനൊന്നും പറയുന്നില്ല. പക്ഷെ കാണുമ്പോൾ വല്ലാണ്ട് ഭയങ്കരമായിട്ട് ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അങ്ങനെ ഓളെന്നെ തിരിച്ചു കൊടുത്തിട്ട് അതെനിക്ക് വേണ്ട, അത് പ്രേതമാണെന്നെല്ലാം പറഞ്ഞിട്ട് ഓളെന്നെ തിരിച്ചു കൊടുത്ത്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനത്തെ കുഞ്ഞു സ്റ്റാളുണ്ടാവില്ലേ, ഷെയ്ഡ്സിൻ്റെയും പിന്നെ ബാഗിൻ്റെയും എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ഹെയർ ക്ലിപ്പെല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ പൊതുവെ തായ്ലൻഡ് എന്ന് പറയുമ്പം കാണുന്ന ഒരു ഹെയർ ക്ലിപ്പില്ലേ, നമ്മളെ ഒരു പൂവിൻ്റെ പോലത്തെ, അതുപോലത്തെ എല്ലാം ഉണ്ടേനു. പക്ഷെ അതൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല, എനിക്ക് എന്തായാലും അത് യൂസ് ആക്കാൻ പറ്റൂല. പിന്നെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഞാൻ കുറച്ചെണ്ണം വാങ്ങിന്. ഇങ്ങനത്തെ 3 എണ്ണം എടുക്കുമ്പോൾ 100 ബാത്താണേ വരുന്നത്. 100 ബാത്ത് എന്ന് പറഞ്ഞാൽ 200 സംതിങ് രൂപ. അങ്ങനെ അത് അവിടുന്ന് 2-3 എണ്ണം ഞാൻ ഹെയർ ക്ലിപ്പ് മാത്രം വാങ്ങി. പിന്നെ ഇടയിൽ നമ്മളെ നാട്ടിൽ എന്താ പറയുക, നിരോധിച്ച ഐറ്റംസ് എല്ലാം നമ്മളെ നാട്ടിൽ യൂസാക്കാൻ പാടില്ലാത്ത കേസാവുന്ന ഐറ്റംസ് എല്ലാം ഇടുമൊരു കുഴപ്പമില്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് ബ്രൗണിയിൽ വരെ മിക്സാക്കിയിട്ട്, കഞ്ചാവെല്ലാം ഉണ്ടല്ലോ അതെല്ലാം ബ്രൗണി, അതിൻ്റെ ബ്രൗണി ഉണ്ട്. പിന്നെ അതിൻ്റെ സ്റ്റാള്
മുക്കിനുണ്ടാവും. പക്ഷെ ഞാൻ വീഡിയോയിലൊന്നും അത് കാണിക്കാഞ്ഞിട്ടാ, വെറുതെ എന്തിനാ നമ്മളായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടാ. നമ്മൾ നടക്കുന്ന വഴിക്കും നമുക്ക് അതിൻ്റെ സ്മെല്ല് തന്നെ മനസ്സിലായി. എന്താ പറയുക, ഇവിടെ ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ആക്കുന്ന ലേഡീസ് ആയാലും ആണുങ്ങളായാലും ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ അത് യൂസാക്കാൻ വേണ്ടി മാത്രം വരുന്നവരെല്ലാം ഉണ്ട്. മിക്കവാറും അങ്ങനെയാണ് ടൂറിസ്റ്റുകളെല്ലാം വരുന്നത്. അതിവിടെ ഇല്ലീഗലൊന്നുമല്ല, ലീഗലാണ്. ഒരു കുഴപ്പമില്ല യൂസാക്കുന്നതിലും പബ്ലിക്കായിട്ട് യൂസാക്കുന്നതിലും ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെങ്കിൽ നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത മണമാണ്. നമുക്കില്ലേ അതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ എന്തെല്ലോ ആവും. എന്താ പറയുക, നമുക്ക് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാത്ത ഭയങ്കര വൃത്തിയായിട്ടൊരു സ്മെല്ലാട്ടോ. അതെല്ലാം എങ്ങനെയാണ് ആൾക്കാർ യൂസാക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നത്. നമ്മൾക്കിങ്ങനെ വിചാരിച്ചു പോകും അതിൻ്റെ സ്മെല്ലടിക്കുന്ന സമയത്ത്. പക്ഷെങ്കിൽ യൂസാക്കുന്നവർക്ക് അത് ഇഷ്ടമായിരിക്കും. നമുക്കില്ലേ ആദ്യം കാണുമ്പോൾ മുമ്പ് ഇതെല്ലാം ഇവിടെ ഇങ്ങനെ വീട് ഷോപ്പെന്ന് പറഞ്ഞിട്ടിങ്ങനെ ബോർഡിൽ കാണുമ്പോൾ മുമ്പ് ഇതിപ്പോൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് സെയിലാക്കുന്നതെന്നുള്ളൊരു നമുക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നുക. പിന്നെ നമുക്ക് അതങ്ങ് കണ്ട് അങ്ങനെ ശീലമാവും. പക്ഷെങ്കിൽ അതിൻ്റെ സ്മെല്ല് എങ്ങനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്മെല്ലാണ്. എന്തിലല്ലോ ഇങ്ങനെ കാണാം, പല വെറൈറ്റിയിലുള്ള ഷോപ്പ് കാണാം. അത് ഫുഡിൽ മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്, ഡ്രിങ്കിലുണ്ട്, അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ പക്ഷെ നമുക്കത് നമ്മളെ ഏരിയയിലുള്ള സാധനം എല്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ പല എന്തെല്ലോ ടൈപ്പ് പാൻ കേക്ക് ഇടും. പാൻ കേക്കും കുറേ ഉണ്ട്. പിന്നെ പോർക്കിൻ്റെ എന്തെല്ലോ വെറൈറ്റി കാണുന്നുണ്ട്. അങ്ങനെ പിന്നെ വെജീസാലാണെങ്കിൽ നമ്മൾ വാഴക്കൂമ്പലില്ലേ, അതെല്ലാം എന്തെല്ലോ ഉണ്ട്. പിന്നെ ഇത് മുട്ട ഒരു ബ്ലാക്ക് കളറ് മണ്ണ് പോലത്തെ ഒരു സാധനത്തിൽ മിക്സ് ആക്കിയിട്ട് വെച്ചിന്. പിന്നെ ഇത് നമ്മൾ നേരത്തെ വാങ്ങി കഴിച്ചത് ഒരു മിനി പാൻ കേക്കാണ്. ഇത് ക്രിസ്പി പാൻ കേക്ക്. ആദ്യം നമ്മൾ ദോശൻ്റെ പോലത്തെ എന്തോ മാവാക്കിയിട്ട് പിന്നെ ഈ മേലെ തേക്കുന്ന ക്രീമില്ലേ, അത് തേങ്ങൻ്റെ ക്രീമാണ്. അതിൻ്റെ മേലെ ഇടുന്ന സാധനമാണ് നമ്മളെ നാട്ടിലെ മലബാറിലെ മുട്ടമാല ഇല്ലേ, കറക്റ്റ് മുട്ടമാല തന്നെ എഗ് യോക്ക് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞത്. ഈ അമ്മൂമ്മനോട് ചോദിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് കണ്ടേരെ മുട്ടമാലയാണോ എന്ന് ഡൗട്ട് തോന്നിന്. പക്ഷെ മുട്ടമാല ഇങ്ങനെ വേറൊരു സ്ഥലത്ത് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. പക്ഷെ അവരതിന് വേറെന്തോന്ന് പേര് പറയാം. പക്ഷേ സംഭവം കറക്റ്റ് എഗ് യോക്ക് വെച്ചിട്ടുണ്ടാക്കുന്ന ടേസ്റ്റും കറക്റ്റ് മുട്ടമാലൻ്റെ തന്നെ. അങ്ങനെ ഈ ഒരു ക്രിസ്പി പാൻ കേക്ക് ഒരു മസ്റ്റ് ട്രൈ ആണ്. മൊത്തത്തിലൊരു മിക്സ് ടേസ്റ്റാണ് വരുന്നത്. അങ്ങനെ അത് നമ്മൾ ഒന്ന് വാങ്ങുന്നുണ്ട്. It's halal, right? Halal? ഇതൊന്നും എടുക്കാൻ തോന്നുന്നു, രണ്ടും മിക്സ് അല്ല. നെക്സ്റ്റ് നമ്മളില്ലേ പാഡ്തായ് എന്ന് പറഞ്ഞിട്ട് തായ്ലാൻഡ് സ്പെഷ്യൽ ഒരു ഐറ്റമാണ് ട്രൈ ആക്കാൻ പോകുന്നത്. ഇതില്ലേ ഇത് ഫേമസ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇത് വിത്ത് എഗ് ഉണ്ട്, വിത്ത് എഗ് ആൻഡ് ചിക്കൻ ഉണ്ട്, വിത്ത് പോർക്ക് ഉണ്ട്, അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ വിത്ത് എഗ് ആൻഡ് ചിക്കനാണ് പറഞ്ഞത്. ആദ്യം കുറച്ച് ഓയിലിൽ മുട്ട പൊട്ടിച്ചൊഴിച്ച് പിന്നെ അതിൽ ചിക്കൻ ഇട്ട് നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കൂലേ, ഈ മസാലയിൽ ചിക്കൻ നൂഡിൽസ് തന്നെ ഉണ്ടാക്കൂലേ നമ്മൾ, അതേപോലെ തന്നെ. പക്ഷേ ഇവിടുത്തെ നൂഡിൽസ് സ്പെഷ്യലാണ്, ഒരു വേറൊരു ടൈപ്പ് നൂഡിൽസാണ്. പിന്നെ ഇവരെ സ്പെഷ്യൽ സോസ് ഒഴിച്ച് പിന്നെ കുറച്ച് വെജീസ് എല്ലാം ഇട്ട് സ്പ്രൗട്ടില്ലേ അതെല്ലാം ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് തരുന്ന സാധനം. ഇത് നമുക്ക് ടേസ്റ്റിന് നമ്മളെ ടേസ്റ്റ് ബഡ്സിന് ഓക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ്. ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് വിയേർഡ് ടേസ്റ്റൊന്നും തോന്നാത്ത നല്ല എന്താ പറയുക ഓക്കെ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഈ പാഡ്തായ് മിസ്സാക്കണ്ട, നല്ല രസമുണ്ടേനു. പക്ഷെ നമ്മൾ എന്തെല്ലോ ട്രൈ ചെയ്തുകൊണ്ട് നമ്മൾ വയറ് ഫുള്ളേനു, എന്നാലും നല്ല രസമുണ്ടേനു. പക്ഷെങ്കിൽ കുട്ടിക്ക് എന്തായാലും പിടിക്കൂല. കാര്യമില്ലേ, നമ്മൾ കുട്ടിക്കൊന്ന് ഈ വെജീസ് എല്ലാം ഇടയ്ക്ക് കടിക്കുമ്പോൾ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ആലൂനെല്ലാം കൊടുക്കുമ്പോൾ ഓൾക്ക് ചിക്കനും നൂഡിൽസും മാത്രമാണെങ്കിൽ ഓക്കെ, ഇടയ്ക്ക് വെജീസ് വരുമ്പോൾ ഓൾ വായിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കും കേട്ടോ. പിന്നെ ഇതെല്ലാം ജസ്റ്റ് വെറുതെ കൊടുക്കുന്നതെന്നല്ലാണ്ട് കുട്ടികൾക്ക് നമ്മൾ അവർക്ക് കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് തന്നെ വേറെ വാങ്ങിക്കൊടുക്കലുണ്ട്, ഈ ഫ്രഞ്ച് ഫ്രൈസും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം തന്നെ ഉള്ളൂ. പിന്നെ ഇവിടെ നമ്മളില്ലേ ഈ ഒക്ടോപ്പസ് ഇല്ലേ, അത് ട്രൈ ആക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടേനെ. അത് വലിയ കുഴപ്പമില്ലല്ലോ, പക്ഷേങ്കിൽ എനിക്ക് അതുപോലും കഴിച്ചു വെക്കാൻ പറ്റിയിട്ടില്ല.
നമുക്ക് കാണുമ്പോൾ തന്നെ വേണ്ട എന്ന് തോന്നും. പക്ഷേ ഞങ്ങൾ ഓക്കെ ആയിട്ടുള്ളത് കുറേ ഐറ്റംസ് എല്ലാം ട്രൈ ചെയ്തിന്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയെല്ലാം തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാ ഇനി ഞാൻ നാട്ടിലെ വിശേഷങ്ങളെല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു. ബൈ.